നമ്മൾ ഒരു പാത്രത്തിൽ തുല്യ അളവ് വെടിമരുന്നിട്ട് തുല്യ ഷേപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന വെടിമരുന്ന് കത്തിച്ചാൽ എപ്പോഴും അത് ഒരേ രീതിയിലായിരിക്കും കത്തുന്നത്, ഒറ്റ ഫ്ലെയർ അല്ലേ. വേട്ടക്കാരൻ പിന്നാലെ വേട്ടയ്ക്കായിട്ട് വരുമ്പോൾ ഒട്ടകപ്പിഷി ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. മണ്ണില് തല പൂഴ്ത്തി അങ്ങിരിക്കും. തല പൂഴ്ത്തി കഴിയുമ്പോൾ അതിനൊന്നും കാണാത്തതുകൊണ്ട് അത് വിചാരിക്കുന്നത് വേട്ടക്കാരനും തന്നെ കാണാൻ കഴിയുന്നില്ലെന്നാണ്. അതുപോലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ദൈവം ഒരു ശക്തിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ആവശ്യമായ ഊർജത്തിന്റെ ഉത്ഭവം നിത്യനായ ആദ്യ കാരണമായ ദൈവത്താൽ അല്ലാതെ അസാധ്യമാണ്. എന്നാൽ ദൈവം ഒരു വ്യക്തി ആയിരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഒരു ശക്തിയായാൽ പോരെ? ശരിയാണ്. ഈ ചോദ്യം നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പലരും ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. ദൈവം ഒരു ശക്തിയായാൽ പോരെ? അവർക്ക് എന്തോ ഒരു സുഖം തോന്നുന്നു. ദൈവം ഒരു ശക്തിയാണെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ നമുക്ക് തോന്നും. ശക്തിയാണെന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷെ വ്യക്തിയാണെന്ന് സമ്മതിക്കത്തില്ല. പക്ഷെ ഈ ശക്തിയാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇവർ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? നിത്യനായ, ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത, സകലത്തിൻ്റെയും കാരണനായ ഒരു ഏകകത്തെ അംഗീകരിക്കുക. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശക്തി ഒരു വ്യക്തിയും കൂടെ ആണെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യം. അതൊരു ഫൈനൽ സ്റ്റെപ്പാണ്. ഒരു കണക്ക് കൂട്ടി ഇങ്ങനെ സ്റ്റെപ്പുകൾ ചെയ്ത് 95% കഴിഞ്ഞ് നിർത്തുന്നത് പോലാണ് ഈ ശക്തി ആയിട്ടേ ഇരിക്കുന്നുള്ളൂ, വ്യക്തിയല്ല എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് യുക്തിസഹമായിട്ടുള്ള ഒരു വാദമേ അല്ല. ഞാൻ ഒരു സൂക്തം ഉന്നയിക്കാം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇത് ബൈബിളിലെ എബ്രായ ലേഖനം എന്ന് പറയുന്ന പുസ്തകത്തില് 2000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രം ഇക്കാര്യം കണ്ടുപിടിക്കുന്നത്. ഈ പ്രപഞ്ചം E=mc² ഒക്കെ അടിസ്ഥാനം വാസ്തവത്തിൽ ഇത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിന്റെയും അടിസ്ഥാനം, കാണുന്ന എല്ലാറ്റിന്റെയും അടിസ്ഥാനം കാണാത്ത ഊർജമാണെന്നുള്ള കണ്ടുപിടിക്കൽ. പക്ഷെ 2000 വർഷം മുമ്പേ ബൈബിള് ഇത് പറഞ്ഞു വെച്ചു എന്നുള്ളത് അത്ഭുതാവഹമാണ്. അത് ബൈബിളിന്റെ ദൈവികതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം. ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിനായിട്ട് എത്ര അളവ് എനർജി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും? ക്വാണ്ടം ഓഫ് എനർജി എത്ര ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും? ഒരു കണക്കിൽ ഞാൻ ഇങ്ങനെ വായിക്കാനായിട്ട് ഇടയായി. ഇത് 1 എന്ന സംഖ്യയ്ക്ക് ശേഷം ഒരു 50,000 പൂജ്യങ്ങൾ ഇടുക. 1 എന്നുള്ള സംഖ്യയ്ക്ക് ശേഷം 50,000 പൂജ്യങ്ങൾ. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ പൂജ്യം ഇടണം, 50,000 പൂജ്യം വേണമെങ്കിൽ. അത്രയും ബോംബുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന് തുല്യമാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിന് ആവശ്യമായ ഊർജം എന്നാണ്. എന്താ ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത്? നമ്മുടെ ടെലസ്കോപ്പുകളുടെ കണ്ണുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്ന ആ പ്രപഞ്ചം, ആ ദൃശ്യപ്രപഞ്ചം. അത് ശരിയായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഒരു അംശം മാത്രമേ ഉള്ളെന്നാണ് ശാസ്ത്രലോകം തന്നെ അംഗീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഊർജമാണ് ഈ പ്രപഞ്ചത്തിന് ആവശ്യമായിട്ട് വന്നേക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കി. അതിനെ വേണേൽ നമുക്ക് അനന്ത അളവ് എന്നൊക്കെ വേണേൽ പറയാം. ഈ 1 കഴിഞ്ഞ് 50,000 പൂജ്യം എന്നൊക്കെ പറയാം. അതിന്റെ വലിപ്പം നമുക്ക് പലപ്പോഴും മനസ്സിലാകുകയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം കൂടെ എടുത്താലും 1-ന് ശേഷം 80 പൂജ്യം ഇടുന്ന ആ സംഖ്യയുടെ അത്രയുമേ ഉള്ളെന്നാ പറയുന്നത്. ഈ ലോകത്തിലെ സകല ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം കൂടെ എടുത്ത് എണ്ണി നോക്കിയാലും 1-ന്റെ പുറകിൽ 80 പൂജ്യം ഇടുന്ന ഒരു സംഖ്യ. ഈ 50,000 പൂജ്യം 80 പൂജ്യം ഒക്കെ എവിടെയാ കിടക്കുന്നത് അല്ലേ? അത്രയ്ക്ക് വലിയൊരു സംഖ്യ, അത്രയും ബോംബുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന് സമമായുള്ള ഊർജം ഈ ദൃശ്യപ്രപഞ്ചത്തിന് തന്നെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതേസമയം ഊർജത്തിന് സ്വയമേവ ഉണ്ടാകാൻ കഴിയില്ല എന്ന് യുക്തിയുടെ 4-ാം നിയമമായ പര്യാപ്തമായ കാരണം ഉണ്ടായിരിക്കണമെന്നുള്ള നിയമം, ലോ ഓഫ് സഫീഷ്യന്റ് റീസൺ പറയുന്നു. അതുപോലെ ശാസ്ത്രത്തിന്റെ തെർമോഡൈനാമിക്സ് നിയമവും പറയുന്നു. ഊർജം ഉണ്ടാകാൻ ഒരു മുൻനിറവിടം ഉണ്ടായാലേ കഴിയൂ. തെർമോഡൈനാമിക്സ് അനുസരിച്ചാലും യുക്തിയുടെ നിയമം അനുസരിച്ചായാലും ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ ഊർജം ഉണ്ടാകാൻ ഒരു മുൻനിറവിടം ഉണ്ടായാലേ പറ്റൂ. ആ മുൻനിറവിടമാണ് ദൈവം. ഇത്ര ബൃഹത്തായ ഒരു പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം മുഴുവൻ ഉണ്ടാക്കാൻ കഴിയുന്ന മുൻനിറവിടം. പ്രപഞ്ച നിർമ്മാണത്തിനായി ആവശ്യമായ ഊർജം ഉണ്ടാക്കിയ ദൈവം സർവശക്തനായിരിക്കണം, ഒമ്നിപൊട്ടന്റ് ആയിരിക്കണം. ഇത്ര അളവ് ഊർജം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തു പേരാ വിളിക്കുന്നത്? ദൈവം സർവശക്തനാണ്, ഒമ്നിപൊട്ടന്റ് ആണ്.
അതുപോലെ പ്രപഞ്ചത്തിന്റെ സങ്കീർണതയിലേക്കും വൈവിധ്യത്തിലേക്കും നോക്കുമ്പോൾ ഇതിന്റെ രൂപകൽപ്പന ചെയ്ത ദൈവം ഒരു സർവജ്ഞാനിയായിരിക്കണം. ഒരു നല്ല മനോഹരമായ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടാൽ പറയും, ഓ ഇതിന്റെ ആർക്കിടെക്ട് ഒരു മിടുക്കനാ, ഒരു ബുദ്ധിമാനാ, കണ്ടില്ലേ ഇതിന്റെ വൈഭവം. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് എന്നാ പറയാ? ഒരു ആറ്റം തന്നെ എടുത്തു നോക്കുക. പ്രായോഗികമായിട്ട് ആറ്റം ഉണ്ടാക്കിയേക്കുന്ന ശൂന്യതയിൽ നിന്നാണ്. 99.99999% ശൂന്യത ഒരു ആറ്റത്തിൽ. അങ്ങനെയാണെങ്കിൽ ഹിമാലയം പോലുള്ള വലിയ പർവ്വത നിരകൾ പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ശൂന്യതയാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആറ്റങ്ങൾ കൊണ്ടാണ്. ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹിമാലയത്തിലുള്ള എല്ലാ ആറ്റങ്ങളിലുമുള്ള വാക്വം സ്പേസ് അങ്ങ് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കസേരയുടെ അത്രമേ കാണുള്ളൂ ഹിമാലയ പർവ്വതമെന്ന്. എന്തോ ഒരു അത്ഭുതമാണ് ഇതിന്റെ ഡിസൈൻ. ഇങ്ങനെയുള്ള അത്ഭുതകരമായ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈനർ ഒരു ഇന്റലിജന്റ് ഡിസൈനർ ആയിരിക്കണം. അല്ലെങ്കിൽ ആത്യന്തിക ജ്ഞാനമുള്ള ഒംനീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആയിരിക്കണം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആദ്യകാരണനായിട്ടുള്ള ദൈവം. ഈ സൃഷ്ടികർത്താവായ ദൈവം നിത്യനുമായിരിക്കണം. കാരണം എല്ലാറ്റിനും ആധാരമായി ഒരു സൃഷ്ടിക്കപ്പെടാത്ത ആദിമ കാരണം അല്ലെ ആദ്യ കാരണം ഉണ്ടായാലേ പറ്റൂ. മാറ്റമില്ലാത്ത ഒരു ആദ്യ കാരണമില്ലാതെ മറ്റൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു സൃഷ്ടിയെ നിലനിൽക്കയില്ല. എല്ലാ കണ്ടിൻജന്റ് ബീയിങ്ങിനും ഒരു എസെൻഷ്യൽ ബീയിങ്, ഒരു നെസസറി ബീയിങ്ങിലെ ആശ്രയിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനെ ഉണ്ടാക്കാനായിട്ടും അതിനെ നിലനിർത്താനായിട്ടും ഒരു എസെൻഷ്യൽ ബീയിങ് അല്ലെങ്കിൽ ഒരു എറ്റേണൽ ബീയിങ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റുകയില്ല. ശാസ്ത്രം അനുസരിച്ചും യുക്തി അനുസരിച്ചും അത് തന്നെയാണ്. നമ്മൾ മുമ്പേ നേരത്തെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പരിണാമത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന് കുരങ്ങു പോലുള്ള ഒരു ജീവിയിൽ നിന്നും, അത് ഉരകത്തിൽ നിന്നും, ഉരകം തവള പോലുള്ള ആംഫിബിയൻസിൽ നിന്നും, അവ മത്സ്യങ്ങൾ പോലുള്ള ജീവികളിൽ നിന്നും, അതുപോലെ നട്ടലില്ലാത്തവയിൽ നിന്ന് മത്സ്യങ്ങളും, അതുപോലെ ഈ നട്ടലില്ലാത്തവ ഏകോശ ജീവികളിൽ നിന്നും, അത് ഊർജത്തിൽ നിന്നും ഒക്കെ ഉണ്ടായെന്ന് തിയറി പറയും. ഇതൊരു റിഗ്രസ് ഒരു പിന്നോട്ട് പോക്കാ. പക്ഷെ ഈ പിന്നോട്ട് പോക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭിത്തിയിൽ മുട്ടി നിൽക്കും. അതെവിടെയാ? ഈ ഊർജം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യം അവർക്കും പിന്നോട്ട് പോകാനായിട്ട് കഴിയത്തേയില്ല. അതിനാണ് ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ചെന്ന ഇടിച്ചു നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറകോട്ട് പോയി അത് അതിൽ നിന്നുണ്ടായി, അത് അതിൽ നിന്നുണ്ടായി, അത് അതിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ് അവസാനം പോയി ഒരിടത്ത് ചെന്ന് വാക്ക് മുട്ടും, ഉത്തരം മുട്ടും. അപ്പം അങ്ങനെ ഉത്തരം മുട്ടാതിരിക്കണമെങ്കിൽ എറ്റേണലായിട്ടുള്ള ഒരു അൺകോസ്ഡ്, ആരും സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു ഫസ്റ്റ് കോസ്, ആദ്യ കാരണം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുട്ട അതിന്റെ സൃഷ്ടിക്കായിട്ട് ഒരു കോഴിയെ ആശ്രയിച്ചേ പറ്റൂ. മുട്ട ഒരു കണ്ടിൻജന്റ് കോസും കോഴി ഒരു എസെൻഷ്യൽ കോസുമായിട്ട് നമുക്ക് താരതമ്യം എടുക്കാം. കോഴി എസെൻഷ്യൽ കോസ് അല്ല തീർച്ചയായിട്ടും, താരതമ്യത്തിലെ ഒരു ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയിക്കേണ്ട ഒരു എസെൻഷ്യൽ എറ്റേണൽ കോസ് ആണ് ദൈവം. ഒരു എറ്റേണൽ കോസിനെ നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ അവസാനം പറയുന്ന കോസിന്റെ കോസ്, അതിനെ ഉണ്ടാക്കിയത് ആരാണെന്നുള്ള ചോദ്യം അവശേഷിക്കും. അപ്പോഴ് ഏത് നിരീശ്വരവാദിക്കും ഉത്തരം മുട്ടും, ഏത് ശാസ്ത്രവാദിക്കും, ഏത് പ്രപഞ്ചവാദിക്കും, ഏത് പ്രകൃതിവാദിക്കും ഉത്തരം മുട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എറ്റേണൽ കോസിനെ അംഗീകരിക്കാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാത്രമല്ല, ഒരു എറ്റേണൽ കോസിനെ സമ്മതിക്കാതെ വിശദീകരണം പൂർണ്ണമാകത്തില്ല. സൃഷ്ടിക്കപ്പെടാത്ത ഒരു ആദിമ കാരണം നിത്യമായി നിലനിൽക്കുന്നതായിരിക്കണം. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിതാവും നിത്യനായിരുന്നേ പറ്റൂ, അല്ലാതെ പറ്റത്തില്ല. മാത്രമല്ല, ഈ എറ്റേണൽ കോസ് ഒരു സർവസ്നേഹിയുമായിരിക്കണം, ഒമ്നി ബെനവളന്റ് ആയിരിക്കണം. ഒമ്നി ബെനവളന്റ് എന്ന് പറഞ്ഞാൽ എന്തോ? സർവസ്നേഹി, സമ്പൂർണ്ണ സ്നേഹി, എല്ലാം സ്നേഹമാണ്, 100% സ്നേഹമാണ്. ദൈവം സ്നേഹമല്ലായിരുന്നെങ്കിൽ മനുഷ്യരടക്കമുള്ള അപൂർണ സൃഷ്ടികൾ ഇവിടെ അവശേഷിക്കത്തില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സൃഷ്ടിച്ചു കഴിഞ്ഞു, കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യർ പാപം ചെയ്തെല്ലാം കുളമാക്കി. സർവശക്തനാണ് മറുപുറത്ത്. ആ സർവശക്തൻ സ്നേഹധനനല്ലായിരുന്നുവെങ്കിൽ, അബ്സല്യൂട്ട്ലി ലവ് അല്ലായിരുന്നെങ്കിൽ, ആത്യന്തികമായി സ്നേഹമുള്ളവനല്ലായിരുന്നെങ്കിൽ ഈ സൃഷ്ടിയെ നശിപ്പിച്ച് പൊട്ടിച്ച് ഇല്ലാതാക്കി കളയുമായിരുന്നു. എന്നിട്ട് പുതിയ സൃഷ്ടി ഉണ്ടാക്കിയതിന് സർവശക്തന് ഏത് നിമിഷത്തിലും എത്ര അളവും സൃഷ്ടി നടത്താനായിട്ട് കഴിയും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്?
അപ്പം നിത്യനായ, സർവശക്തനായ, സർവജ്ഞാനിയായ ഒരാളുണ്ടെന്ന് സമ്മതിക്കുകയും അതേ സമയത്ത് ഈ ലോകത്തില് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പാപം നിറഞ്ഞ സൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഏക വിശദീകരണം ആ ദൈവം സർവസ്നേഹിയായിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു ശില്പിക്ക് കുറെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊടുത്തിട്ട് ഒരു പ്രതിമയുടെ മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഗാന്ധിജിയെ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ ഗാന്ധിജിയെ ഉണ്ടാക്കി വന്നപ്പം നെഹ്റുവിനെ പോലെ ഇരിക്കുന്നു. ശില്പി എന്തോ ചെയ്യും? ശില്പിയുടെ ശില്പം പരാജയപ്പെട്ടു. ശില്പി ഉടനെ അതിനെ പൊടിച്ച് വീണ്ടും ഗാന്ധിജിയെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങും, അല്ലെ? റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ദൈവം എന്നെ അങ്ങനെ ചെയ്യാതിരുന്നേ. ദൈവത്തിന് റീക്രിയേറ്റ് പോലും വേണ്ട, ഇല്ലാതായി പോകട്ടെ എന്ന് പറഞ്ഞാല് തെറ്റിപ്പോയ സകല പ്രപഞ്ചവും ഇല്ലാതാകും, എന്നിട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രപഞ്ചം ഉണ്ടാകും. ദൈവം സർവശക്തനാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവം അതായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം സർവസ്നേഹിയാണ്. അങ്ങനെ പറ്റത്തുള്ളൂ. ഇറ്റ് കനോട്ട് ബി അതർവൈസ്. ഇനിയും ഈ ദൈവം ഒരു വ്യക്തിയാണോ അതോ വെറും ഒരു ശക്തിയാണോ? ശക്തിയുടെ വാസ്തവത്തിൽ നേരെ എതിര് വരുന്നതാണ് വ്യക്തി എന്ന് പറയുന്നത്. നോക്കിക്കേ ഈ പ്രപഞ്ചത്തിലേക്ക്. ഈ പ്രപഞ്ചം വൈവിധ്യങ്ങളാൽ നിറഞ്ഞതാണ്. എന്തെല്ലാം വൈവിധ്യങ്ങളാ ഈ പ്രപഞ്ചത്തില്. മയിൽപീലിയുടെ നിറം, ഓ എത്ര മനോഹരം അല്ലേ! കുയിലിന്റെ സംഗീതം, ഓ എത്ര ശ്രുതിമധുരമാ! മുല്ലപ്പൂവിന്റെ സുഗന്ധം, അയ്യോ എത്ര എൻചാൻഡിങ് അല്ലേ! എത്ര അലൂറിങ്, എത്ര ആകർഷിക്കുന്നതാ! എന്തെല്ലാം വൈവിധ്യങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഞാനിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ ലക്ഷക്കണക്കിന് വൈവിധ്യങ്ങളെ കുറിച്ച് പറയാം. ഈ വൈവിധ്യങ്ങൾ എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ വന്നു? ഒരു ശക്തിക്കാണെങ്കിൽ ഇങ്ങനെ വൈവിധ്യങ്ങളെ പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ശക്തിക്ക് ഇപ്പം ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ പ്രകാശമോ തീയോ ഇതൊക്കെ എടുത്തു നോക്കിക്കേ, അതിന് വല്ല ഇച്ഛാശക്തിയോ ആഗ്രഹമോ ചിന്തയോ ഉണ്ടോ? നമ്മൾ ഒരു പാത്രത്തില് തുല്യ അളവ് വെടിമരുന്നിട്ട് തുല്യ ഷേപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന വെടിമരുന്ന് കത്തിച്ചാല് എപ്പോഴും അത് ഒരേ രീതിയിലായിരിക്കും കത്തുന്നത്, ഒറ്റ ഫ്ലെയർ അല്ലേ? ഒരു തവണ അത് ചിന്തിക്കുക, ഇത്തവണ മഞ്ഞ ഫ്ലെയർ ആയിരിക്കാം, ഇന്നത്തെ തവണ വെളുത്ത ഫ്ലെയർ, ഇന്നത്തെ തവണ നീല ഫ്ലെയർ, ഇന്നത്തെ തവണ കറുത്ത ഫ്ലെയർ. ഇല്ല, അതെപ്പോഴും ഒരേപോലെ ഇരിക്കും. കാരണം അതിലുള്ള ശക്തിക്ക് ചിന്താശേഷിയില്ല. അല്ലെ നമുക്ക് ഇങ്ങനെ പറയാം, ഇച്ഛയ്ക്ക് വില്ലെന്ന് ഇംഗ്ലീഷിൽ പറയും, തെരഞ്ഞെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ വൊളീഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, ബുദ്ധിശക്തി, ഇന്റലിജൻസ് അല്ലെ ഇന്റലക്ട്, ബൗദ്ധികത എന്നിവയൊന്നും ശക്തിക്കില്ല. എന്നാൽ ഇത് വ്യക്തിയുടെ മാത്രം സവിശേഷതയാണ്. ഒരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇതൊക്കെയുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ. ഇപ്പം വൈദ്യുതിയെ തന്നെ എടുത്താൽ അതൊരു ശക്തിയാണ്. ഒരു ബൾബിലൂടെ പ്രകാശം തരണമോ, അല്ലെ ഒരു ഗീസറിലൂടെ വെള്ളം ചൂടാക്കി തരണമോ, അല്ലെ ഒരു ഫാൻ കറക്കി തണുത്ത കാറ്റ് അടിപ്പിച്ച് തരണമോ എന്ന് വൈദ്യുതി ഒരിക്കലും സ്വയം തീരുമാനിക്കുന്നില്ല. കാരണം അതൊരു ശക്തി മാത്രമാണ്. ഒരു ശക്തി ഒന്നുകിൽ യാന്ത്രികമായിട്ട് അങ്ങ് പ്രവർത്തിക്കുക, അതിനെക്കുറിച്ച് എന്തോ ഒരു കാര്യം പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്, അത് അതുപോലെ. ഞാൻ വെടിമരുന്നിന്റെ കാര്യം പറഞ്ഞല്ലോ, തീ കൊടുത്താൽ ഒരു ഫ്ലെയർ അപ്പ്, അതിന്റെ കളറും ഗുണവും ഷേപ്പും എല്ലാം ഒന്ന് തന്നെയായിരിക്കും. കാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ അത് യാന്ത്രികമായിട്ടാണ് പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിർദ്ദേശാനുസരണമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീട്ടില് അനേക സ്വിച്ചുകൾ കാണും. ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാൽ വൈദ്യുതി പ്രകാശ ഊർജമായിട്ട് മാറും. അതേസമയത്ത് മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാൽ വൈദ്യുതി വെള്ളം അടിച്ചു കയറ്റും, അല്ലേ നമ്മുടെ ഹീറ്ററിന്റെ സ്വിച്ച് ആയിരുന്നെങ്കിൽ ചൂട് തരും, കുക്കിങ്ങിനെ സഹായിക്കും, വേറൊരാളുടെ നിർദ്ദേശം അനുസരിച്ച്. അല്ലെങ്കിൽ വൈദ്യുതി ഒരു കണ്ടിൻജന്റ് ബീയിങ് ആണ്. അതേസമയത്ത് അതിന് ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ അതിന് അനുസരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ അതിന് വൈവിധ്യം വരത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി മാത്രമാണെങ്കിൽ ഈ വൈവിധ്യം ഉണ്ടാകാൻ കഴിയത്തില്ല. ഈ ചോയ്സസ്, ഒരു ഹോട്ടലിൽ ചെന്ന് മെനു നോക്കി ഒരാൾ തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള തിരഞ്ഞെടുപ്പ് സാധ്യമാകണമെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന ആളൊരു വ്യക്തിയായിരിക്കണം. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ തന്നെ അറിയാം, ഈ പ്രപഞ്ചത്തില് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ തിരഞ്ഞെടുത്ത ആ വ്യക്തിപ്രഭാവം ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. മാത്രമല്ല ഈ ദൈവത്തിന് സ്നേഹം, കരുണ, കൃപ, നീതി, ധാർമ്മികത മുതലായ എല്ലാ നന്മകളും ഉണ്ട്. അതും ദൈവം ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നു. ദൈവം തന്നെ, വേറെ ആരും പറഞ്ഞിട്ടല്ല, ഞാനിനി സ്നേഹിക്കാം, കരുണ കാണിക്കാം, കൃപ കാണിക്കാം, നീതി കാണിക്കാം, ധാർമ്മികത കാണിക്കാം എന്ന് ദൈവം തീരുമാനിച്ചത് അത് ദൈവത്തിന്റെ സ്വന്തം തീരുമാനമാണ്, തിരഞ്ഞെടുപ്പാണ്. കാരണം ദൈവം ഒരു വ്യക്തിയാണ്. വൈദ്യുതി, അഗ്നി ഇങ്ങനെയുള്ള ഒരു ശക്തിക്ക് ഇത്തരം ഗുണവിശേഷങ്ങളില്ല.
എന്തുകൊണ്ടാണ് ഒരു ദൈവം വ്യക്തിയല്ല ശക്തി മാത്രമാണെന്ന് ചിലർ വാദിക്കുന്നത്? ദൈവം ഒരു വ്യക്തിയായാൽ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായേ മതിയാകും. നീതിയും സ്നേഹവും ഇഷ്ടപ്പെടുന്ന ദൈവം മനുഷ്യരും നീതിയും ന്യായവും ധാർമ്മികതയും പാലിക്കാൻ കൽപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ്, അല്ലെ? ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഇച്ഛയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ദൈവത്തിന് ചില സ്വഭാവങ്ങളുണ്ട്, ചില സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് പാലിക്കണമെന്ന് ദൈവം തീർച്ചയായിട്ടും തന്നെ സൃഷ്ടിയോടും ആവശ്യപ്പെടും. അപ്പൊ ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് അംഗീകരിച്ചാൽ ദൈവത്തിന്റെ നീതിയും ന്യായവും ധാർമ്മികതയും സ്നേഹവും ഒക്കെ പാലിക്കാനായിട്ട് കൽപ്പിക്കുമെന്ന് അറിയാം. അപ്പം പിന്നെ എന്താ നമുക്കുള്ള മാർഗം? നിരീശ്വരന്മാരൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ച ഒരു മാർഗമുണ്ട്. വേട്ടക്കാരൻ പിന്നാലെ വേട്ടയ്ക്കായിട്ട് വരുമ്പോൾ ഒട്ടകപ്പക്ഷി ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. മണ്ണില് തല പൂഴ്ത്തി അങ്ങിരിക്കും. തല പൂഴ്ത്തി കഴിയുമ്പോൾ അതിനൊന്നും കാണാത്തതുകൊണ്ട് അത് വിചാരിക്കുന്നത് വേട്ടക്കാരനും തന്നെ കാണാൻ കഴിയുന്നില്ലെന്ന്. അതുപോലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിരീശ്വരവാദികളും ചെയ്യുന്നത്. ഒരു ദൈവം ഇല്ലെന്ന് അങ്ങ് വിശ്വസിക്കുക, സ്വയം മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുക. അപ്പം പിന്നെ ദൈവം ഇല്ലെന്നുള്ള മട്ടിലങ്ങ് ജീവിക്കാം. ഒരു നന്മയും ഒരു ധാർമ്മികതയും ഒരു സൽസ്വഭാവങ്ങളും ആവശ്യമില്ലെന്ന് വരും. അതുകൊണ്ടാണ് പ്രൊഫസർ രവിചന്ദ്രനെ പോലൊക്കെ ഉള്ളവര് ഇൻസെസ്റ്റും ഒക്കെ പരിണാമത്തിന്റെ ഒരു മാർഗമാണ്, അതൊരു ബയോളജിക്കൽ പ്രോസസ്, അതിലൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ലോകത്തിലെ സകല വഷളത്തെയും കുടുംബജീവിതത്തെ തന്നെ തകർക്കുന്ന ലിവിങ് ടുഗദർ, സഹജീവിതം പോലൊക്കെയുള്ള, അല്ലെങ്കിൽ സെയിം സെക്സ് മാരേജ്, ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. ഒരു നിരീശ്വരവാദിക്ക് ധാർമ്മികത ഉണ്ടാകുവാനായിട്ട് ന്യായമായ യാതൊരു കാരണവുമില്ല. ഏതൊരു മനുഷ്യനും ധാർമ്മികത വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ്, ദൈവം ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയട്ടെ, ദൈവം ഒരു ശക്തി മാത്രമല്ല, ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സകല സൽഗുണങ്ങൾക്കും കാരണം ദൈവത്തിന്റെ വ്യക്തിത്വമാണ്. ഈ ദൈവം ആരാധനായോഗ്യനാണ്. കാരണം എല്ലാ ഗുണവിശേഷങ്ങളും അബ്സല്യൂട്ടായിട്ട്, ആത്യന്തികമായിട്ട് ഉള്ള അളവിലുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് ദൈവം. ദൈവത്തിന് സകല മഹത്വവും. നന്ദി.